സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ജൂൺ 28, 2026 ശ്ലീഹാക്കാലം 6-ാം ഞായർ. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. രചന ഇമ്മാനുവൽ പ്ലാമൂട്ടിൽ. മത്തായി സുവിശേഷകൻ യേശുവിനെ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത് ഒരു സമഗ്ര വിമോചകനായിട്ടാണ്. ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ തലത്തിലും ഒരു വിടുതൽ തരുന്ന വിമോചകനായിട്ട്. ആത്മീയ അന്ധത. അറിവ് ലഭിക്കുന്നതിനുള്ള ആദ്യ ഉപാധി പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ. അതിൽ പ്രധാനം അർഹിക്കുന്നത് കാഴ്ചയും കേൾവിയും തന്നെയാണെന്ന് പറയാം. ഒരന്ധനെ നിറങ്ങളുടെ മനോഹാരിതയോ സൂര്യോദയത്തിന്റെ ഭംഗിയോ പറഞ്ഞറിയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിന്റെ പല നല്ല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റാതെ പോയ 2 ഹതഭാഗ്യരാണ് യേശുവിന്റെ പിന്നാലെ കൂടിയത്. അവർ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് പുറകെ പോയെങ്കിലും യേശു വീട്ടിലെത്തുന്നതുവരെ അവരോടൊന്നും ഉരിയാടിയില്ല. ഒരുപക്ഷെ യേശുവിലുള്ള അവരുടെ വിശ്വാസം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തത്. കണ്ണില്ലാഞ്ഞിട്ട് കാണാതെ പോകുന്നതിനേക്കാളും പരിതാപകരമാണ് കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാതെ പോകുന്നത്. യഹൂദ പ്രമാണികൾക്ക് സംഭവിച്ചതാണ്. നിയമത്തിൽ പ്രാവീണ്യരും ദൈവത്തിന്റെ സ്വന്തം ആളുകളെന്ന് വീമ്പ് പറയുന്നവരുമായ അവർക്ക് ദൈവത്തിന്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണാൻ സാധിച്ചില്ല. ഒരു തരം ആത്മീയ തിമിരം അവരുടെ കണ്ണുകളെ ബാധിച്ചിരുന്നു. അത് കാരണം യേശുവിന്റെ ദൈവത്വം അവർക്ക് കാണാൻ കഴിയാതെ പോയി. മൂകതയിൽ നിന്ന് വിമോചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചുബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സംസാരശേഷി ഇല്ലായ്മയും ബധിരതയും അന്നും ഇന്നും ഒരുമിച്ചു പോകുന്ന കാര്യമായിട്ടാണ് മനുഷ്യർ എടുക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ ഊമനായി തീർന്ന സക്കറിയായോട് അയൽക്കാർ ആംഗ്യം കാണിച്ച് കുട്ടിക്ക് എന്ത് പേരിടണമെന്ന് ചോദിച്ചത്. ഊമനെ സുഖപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർക്ക് യേശുവിന്റെ ഈ പ്രവൃത്തി ഒട്ടും ദഹിച്ചില്ല. അവർ യേശുവിനെ പിശാചിന്റെ കൂട്ടുകാരനായി മുദ്രകുത്തി. ഒരു സംഭവം, 2 വ്യത്യസ്ത പ്രതികരണങ്ങൾ. സാധാരണ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത് യേശുവിന്റെ ദൈവത്വം പ്രമാണിമാർക്കും ദൈവത്തിന്റെ സ്വന്തം എന്നു പറഞ്ഞു നടക്കുന്നവർക്കും കാണാനുള്ള തുറവി ലഭിച്ചില്ല. ഈ അടുത്തിടെ നടന്ന പശ്ചിമേഷ്യയിലെ സംഘർഷാവസരത്തിൽ ഇതുപോലൊരു സംഗതി നാം കണ്ടു. ഒരു സംഭവത്തെ 2 വ്യത്യസ്ത രീതികളിൽ വീക്ഷിക്കാമെന്ന്. ഒരു വശത്ത് ട്രംപ്, ലോകത്തിന്റെ ഏറ്റവും ശക്തനായ പ്രസിഡന്റ്, ഒരു രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മറുവശത്താവട്ടെ ധാർമ്മികതയുടെ ഔന്നത്യത്തിൽ ലോകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന മതനേതാവ് ലിയോ 14 പാപ്പ. ഒരാൾ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് സമാധാന സന്ദേശവുമായി യുദ്ധം പാടില്ലെന്ന നിലപാടുമായി മാർപ്പാപ്പ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള നിമിഷങ്ങളുണ്ടാവാം. നന്മയെ നന്മയായി കാണാനും അത് ഉയർത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കട്ടെ. വിളവധികം. 9-ാം അധ്യായം അവസാനിക്കുന്നത് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാനുള്ള കൽപ്പനയോട് കൂടിയാണ്. ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. 4-ാം അധ്യായത്തിൽ യേശു ആരംഭിച്ച ദൗത്യം ഇവിടെ തുടരുകയാണ്. ഒരു യഥാർത്ഥ രക്ഷകന്റെ പ്രയാണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ നിസ്സഹായതയിലും പരിഭ്രമത്തിലും രക്ഷപ്രദാനം ചെയ്യാൻ, അവരെ തൊട്ടു സുഖപ്പെടുത്താൻ, താൻ എന്തിനു വേണ്ടിയാണോ പിതാവിൽ നിന്ന് വന്നത് ആ ജോലി പൂർത്തിയാക്കാൻ. മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളെയും അവൻ സ്പർശിക്കുന്നു. യഹൂദ പ്രമാണികളും ഫരിസേയരും നിയമത്തിലെ വള്ളിപുള്ളികൾ ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമ്പോൾ യേശു ജനങ്ങളെ സ്നേഹത്തിലൂടെ രക്ഷപ്പെടുത്തേണ്ട ഇടയനില്ലാത്ത ആട്ടിൻ പറ്റമായിട്ടാണ് കണ്ടത്. അതാണല്ലോ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നും എനിക്ക് മനസ്സുണ്ട് നീ സുഖം പ്രാപിക്കട്ടെ എന്നുമൊക്കെ പറയുന്നതും
കുഷ്ഠരോഗികളെയും യാചകരെയും മറ്റും കെട്ടിപ്പിടിക്കുന്നതും. പ്രമാണിമാർ പിശാചുബാധിതനായി ഒരുവനെ കണ്ടപ്പോൾ യേശു താൻ ചെയ്ത കാര്യങ്ങൾ പ്രഘോഷിക്കാൻ പറ്റിയ ഒരു മിഷണറിയെയാണ് കണ്ടത്. ദൈവത്തിലേക്ക് തിരിയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനാവലിയെയാണ് യേശു കണ്ടത്. പക്ഷേ വിളവ് ശേഖരിക്കാൻ ജോലിക്കാർ നന്നേ കുറവാണ്. ജോലിക്കാരുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നം നാം ഈയിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലമുണ്ടാകുന്ന ഇന്ധന ദൗർബല്യം മൂലവും ആസാമിലും ബംഗാളിലും മറ്റും ഇലക്ഷൻ വന്നതുകൊണ്ടും അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ ഇവിടം വിട്ടുപോയപ്പോൾ കണ്ടതാണ്. എത്ര നല്ല വിളവാണെങ്കിലും അത് ശേഖരിക്കാൻ കഴിയാതെ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? ആദ്യപടിയായി യേശു ശിഷ്യരോട് പറയുന്നത് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥനയിലാണ് തുടക്കം. യുദ്ധകാലത്ത് ഫ്രാൻസിലോ ജർമ്മനിയിലോ നടന്നതായി പറയപ്പെടുന്നൊരു കഥയുണ്ട്. ബോംബിങ്ങിൽ തകർന്ന ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾ യേശുവിന്റെ ഒരു തിരുസ്വരൂപം കണ്ടെടുത്തു. പക്ഷെ പല ഭാഗങ്ങളും കിട്ടിയെങ്കിലും പ്രതിമയുടെ കൈകൾ കണ്ടെത്താനായില്ല. ദേവാലയം പുനരുദ്ധരിച്ചപ്പോൾ അവർ കൈകളില്ലാത്ത പ്രതിമയും പ്രതിഷ്ഠിച്ചു, ഒരു കുറിപ്പോടെ. ഈശോയ്ക്ക് നമ്മുടേതല്ലാതെ വേറെ കരങ്ങളില്ല. ഇങ്ങനെ എഴുതാനുള്ള പ്രചോദനം ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ഒരു ഗീതകത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. അതിന് സമാനമായ ഒരു സംഭവം ആഫ്രിക്കയിലെ സൊവേത്തോയിൽ നടന്നു. വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഒരു വിഭാഗത്തിന്റെ ദേവാലയം ആക്രമിക്കപ്പെട്ടു. അവിടെയും യേശുവിന്റെ കൈകളില്ലാത്ത പ്രതിമ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഈ ശീർഷകം അവരവിടെ എഴുതിവെച്ചു: ലോകത്തിൽ നമ്മളാണ് ക്രിസ്തുവിന്റെ കരങ്ങൾ. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ കരങ്ങളും കാലുകളും ഹൃദയവും ആയി വർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലൂടെയാണ് ക്രിസ്തു പ്രസംഗിക്കപ്പെടേണ്ടത്. വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്നവർ ഇന്ന് ലോകത്തിൽ യേശുവിന് പകരമായി ജീവിക്കുന്ന വ്യക്തികളാണ്, അല്ലാതെ രൂപക്കൂടുകളിൽ നിൽക്കുന്ന പ്രതിമകളല്ല. ഒരുവൻ ദൈവത്തെ വേണ്ടെന്ന് വെച്ച് അകന്നു പോയാലും ദൈവം അവനെ ഉപേക്ഷിക്കുന്നില്ല. ഫ്രാൻസിസ് തോംസന്റെ സ്വർഗത്തിലെ വേട്ടപ്പെട്ടിയെ പോലെ അകന്നുപോയവരെ പിന്തുടരുന്നതിന് ദൈവം നമ്മെയും ഉപയോഗിക്കുന്നു. നമുക്കും ആദ്യപടിയായി വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവർ എന്നിലൂടെ നിന്നെ കാണാൻ എന്നെ പരുവപ്പെടുത്തേണമേ.